എന്തായി എന്താ എന്തിനാ വിളിച്ചത്? എനിക്ക് പാട്ട് താളം പിടിക്കാൻ പാടില്ല. എന്നെ കളിയാക്കിയതാണല്ലേ? എടോ താനൊക്കെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നോ? അവിടെ കവലയിലെ മുട്ടൻ അടിയടക്കാൻ പോണേന്ന്. വെറുതെ മനുഷ്യരുടെ കിടക്കാൻ ഒരു നമ്മളറിയാണ്ട് കവലയിൽ അടി നടക്കാം. വല്ല പണിക്കുമ്പോഴും അതൊന്നും അറിയണോല. ബാ. ആഹാ. താനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരാൾ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ ഒരു ഉപ്പ് തുടങ്ങി മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? താനൊന്നും മിണ്ടാതടോ, അത് പേര് കേട്ട ഗുണ്ടേണ്. ഗുണ്ടേ? ചെങ്കീരി രാജൻ. എന്നിട്ട് ഇയാളെന്താ തലയെ കുമ്പിട്ടിരിക്കണത്? ഇയാൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാൻ എന്താ? അയാള് നമ്മുടെ ഇക്രൂന്റെ തിരക്ക് വന്നതാ. ഓ, അപ്പൊ ഇക്രു ആയിരിക്കും കാശ് കൊടുക്കാനുള്ളത്? അല്ലടോ, ഇക്രൂനെ തല്ലാൻ വേണ്ടി വന്നതല്ലേ. പിന്നെ അത് ശരി. എന്നാലും ഇക്രു അവിടെ പോയി കിടക്കണം. അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി. ഇക്രു ഉണ്ടായിരുന്നു നല്ലൊരു അടി കാണാനും. നിനക്ക് അടി കണ്ടാ പോരാ, അതിന് ഇക്രു തന്നെ വേണമെന്നല്ല. നീ വാ പാടാ. നിർത്ത്. എന്താ ഷാജി, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ഒരു ഗുണ്ടേണ്, ഒരു വരത്തം ഗുണ്ട. നമ്മുടെ ഇക്രൂനെ തല്ലാൻ വന്നതാ. അതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് മുള്ളംകൊല്ലി വേലായുധം വേണ്ട. നമുക്കൊണ്ടൊരു വേലായുധൻ. മോഹൻലാലിന്റെ ഫിഗറുണ്ട്, ആകാര വടിവുണ്ട്, പക്ഷെ ചങ്കൂറ്റ മാത്രം ഇല്ല. അവൻ പോയി ഏറ്റില്ല ഷാജി. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങോട്ട് നോക്കിയേ. ഞാൻ വേലായുധൻ, മുള്ളംകൊല്ലി വേലായുധൻ. ഈ ചുക്കിൽ എന്റേതായ ചില ചട്ടങ്ങളുണ്ട്. ചട്ടം 1, ഈ ചുക്കിൽ ഒരേ ഒരു കറുത്ത ഗുണ്ട മാത്രം മതി. അത് ഞാൻ മാത്രമായിരിക്കും. ചട്ടം 2, ഈ ചുക്കിൽ ആരും ഓലമടൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഞാൻ എപ്പോ എവിടെയൊക്കെ ഓലമടൽ കുത്തുവെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചട്ടം 3, ഒന്നുമില്ല. നീ പോടാ മോനെ ദിനേശ. എന്നോടാ നിന്റെ കളി? ഇവിടെ മോഹൻലാല് കൈവിട്ട് പോണ്. വിടല്ലേ? ഇന്ന് മേടിച്ചു കൂട്ടും. ഒരു വളിച്ച മോലാലി കിടക്കണം. പോടാ കിടക്കണം. അടി കൊണ്ടെങ്കിലെന്താ, മുള്ളംകൊല്ലി എന്തോ തീരുമാനിച്ച മട്ട. മോഹൻലാല് പോയിട്ടാ. ഇപ്പൊ ഇനി ആരാണ് ഈ കീരിയത്തലയിൽ ചുക്കിലുള്ളത്? ആ ഇക്കുനെ കണ്ടാ പറഞ്ഞേക്ക്, അവനെ ഞാൻ എവിടെന്നെങ്കിലും പൊക്കൂന്ന്. എടാ പോടാ.
ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അല്ല പിന്നെ ഓ അയ്യോ ഭയങ്കര സാധനം പുള്ളി. കുതിരവട്ടം പപ്പൂനെ പോലെ ആക്കളഞ്ഞ് മോഹൻലാലിന. ആരാ? ബെഞ്ചമിൻ ബ്രൂണോ. ആരാ? ഇക്രു. ഇക്രൂര് തിരക്കാണ് ആ പുള്ളി ഇവിടെ കിടന്ന് ബഹളം വെക്കണത്. അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാഞ്ഞത്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ചെല്ലാനാടാ? ഇതെന്ത് പറ്റിയത്? ഓ ഒന്നും പറയണ്ട, ആകെ മൊത്തം കഷ്ടകാല. അടി എവിടുന്നൊക്കെയാണ് കിട്ടുന്ന 100 പിടുത്തുമില്ല. ഇന്നലെ രാത്രി തന്നെ ഞാനൊന്ന് മൂത്തൊഴിക്കാൻ പുറത്തിറങ്ങിയില്ല. ഒറ്റ അടിക്ക് തന്നെ എന്റെ കണ്ണ് ചിമ്മിപ്പോയി. കണ്ണെന്തിനാണ് ജിമ്മി പോണത്? കണ്ണ് ജിമ്മിപ്പോയെന്നല്ല, കണ്ണ് ചിമ്മിപ്പോയെന്ന്. പിന്നെ ഞാനും നോക്കില്ല, വെട്ടോട് വെട്ടായിരുന്നു. ഓ അപ്പൊ ചേട്ടൻ അവരെ വെട്ടിയൊക്കെ നിരത്തിയല്ലേ? എവിടെ അമ്മാരെല്ലാം കൂടെ എന്നെ വെട്ടി വെട്ടി പീസാക്കി. പിന്നെ നാട്ടുകാര് പഴമ്പായി പൊഞ്ഞു കെട്ടി ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് അതിലും രസം. ഡോക്ടർമാര് സമരത്തില്. പിന്നെ അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം കൂടെ എന്റെ ദേഹത്ത് പണി പഠിച്ച് എന്നെ ഈ കോലത്തിലാക്കി. പിന്നെ രാവിലെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴല്ലേ പ്രശ്നം. തോക്കല്ലെന്ന്. വലത് കയ്യിൽ 7 വിരല്, ഈ കയ്യിലാണ് 3 വിരലും. ഭാഗ്യത്തിന് പൊസിഷൻ മാറിയെന്നുള്ളൂ, എണ്ണം എല്ലാം കറക്റ്റാ. വലത്തെ കയ്യിൽ 7 വരലൊന്നും എന്തായാലും നന്നായി. ചോറ് അധികം വരെ തിന്നാലാ. അത് നല്ലൊരു ഐഡിയ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഈടായിട്ട് ഭയങ്കര കഷ്ടകാലോ. അയ്യോ എന്നെ തല്ലാനായിട്ട് വേറൊരുത്തം കുറച്ചു മുമ്പ് വന്ന് വെല്ലുവിളിച്ച്. കുറെ ഇന്നലെ രാത്രി വന്ന്. ഇവരെ ആരും ഞാൻ നേരത്തെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലടാ. അതുകൊണ്ട് എന്നെ പോലുള്ള ഗുണ്ടകൾ എല്ലാവരും അവസാനം പോകാറുള്ള സ്ഥലത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു. എവിടാ? ധ്യാനത്തിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് നല്ല ഐഡിയ. നീ അവിടെ ഇട്ട് അച്ഛന്മാരെല്ലാരും കൂടെ വെട്ടി നിർക്കും എന്നുള്ളത് എന്റെ പേടി. പോട്ടെ എന്നാ. ശരിയാ. അല്ലാതെ ചേട്ടന്റെ ഭാഗ്യം പോലെ എനിക്കിപ്പോ ഒരുത്തരം വിശ്വാസം ഇല്ലടാ. വെട്ടല്ലേ? ഇല്ല പൊക്കോ പൊക്കോ. അച്ഛന്മാരെ നല്ലൊരു മയം ഉണ്ടാവുന്നേ. പാവം ഇക്രു. ആരെങ്കിലും വെള്ളമടിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ടാവും. അതൊന്നുമല്ല, ഞാനൊരു പണി കൊടുത്ത. പണി കൊടുക്കേ? എങ്ങനെ? ഞാൻ നമ്മുടെ നാട്ടിലെ സകല ഗുണ്ടകളുടെ അഡ്രസ് തപ്പിപ്പിടിച്ചിട്ട് അവർക്കൊക്കെ ഒരു കത്തെഴുതി ഇക്രു വെല്ലുവിളിക്കാനായിട്ട്. അതല്ലേ 2-3 ദിവസമായിട്ട് ഇക്രു ഓടിയിടം തല്ലുകൊള്ളണം. എന്റെ ദൈവമേ. ആ ദൈവന്റെ അടുത്ത കുരിശ്. വരട്ടെ. ഇതെന്ത് കുരിശാണാവോ? എവിടെയാടാ ഇക്രുവിന്റെ വീട്? എന്ത് കാര്യത്തിനാ പറഞ്ഞു കൊടുക്കണം? ഒരാൾ വഴി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ വളവര് ഞാൻ 3ാമത്തെ വീട്. ആരാ മനസ്സിലായില്ല? ഞാൻ ചാമ്പക്കുഴി ജോസ്. പേര് കേട്ട ദാതയാണ്. അവൻ എന്നെ വെല്ലുവിളിച്ചേക്കണം. വണ്ടിയിടണം. എന്ത് കാര്യമുണ്ട് ഷാജി? ഒരു സുഖം. മനസ്സുഖന്നല്ലേ? ഉണ്ടേണ് ഉമ്മ.